ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഓട്ടോ ആൻഡ് ട്രാവൽ ടോക്ക്. അപ്പോൾ ഇന്ന് നമ്മളെ കൂടെ ഉള്ളത് ഓൾ ന്യൂ ഡാസ്ലിംഗ് ഡിസയർ ആണ്. മാരുതി സുസുക്കിയുടെ ഏറ്റവും പുതിയ ബ്രാൻഡിങ്ങിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ വാഹനമാണ് ഓൾ ന്യൂ ഡിസയർ. നമുക്ക് വാഹനം നോക്കുന്ന ടൈമിന് തന്നെ വളരെ എന്താ പറയുക, നല്ല അതിമനോഹരമായ ഒരു ഡിസൈനാണ് വാഹനത്തിന് നൽകിയിട്ടുള്ളത്. ഇതുവരെ നമ്മൾ കണ്ട സ്വിഫ്റ്റ് ഡിസയറിലൊന്നും കണ്ട ആ ഒരു ഡിസൈൻ ഒന്നുമല്ല. വാഹനം കംപ്ലീറ്റ് മാറിയിട്ടുള്ള ഒരു ഓൾ ന്യൂ ഡിസൈനിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത്. നമുക്ക് ഫ്രണ്ടിൽ നിന്നും അല്ലെങ്കിൽ സൈഡിൽ നിന്നും നോക്കുന്ന ടൈമിന് വലിയൊരു വാഹനം എന്നുള്ളൊരു ഫീല് കിട്ടുന്ന ഒരു വാഹനമാണ്. അണ്ടർ 4 മീറ്ററിൽ വരുന്ന ഒരു സെഡാൻ വാഹനമാണ് നമ്മൾ ഈ ഡിസയർ എന്ന് പറയുന്ന വാഹനം. ഒരു കോമ്പറ്റീഷൻ ലെവലൊക്കെ എടുത്താൽ ഹോണ്ട എംഐസ് അങ്ങനെയുള്ള വാഹനങ്ങളൊക്കെയാണ് കോമ്പറ്റീഷൻ ലെവലിൽ പോലെങ്കിലും ഈ ഒരു വാഹനം, അതായത് സ്റ്റാൻഡേർഡ് ആയിട്ട് 6 എയർ ബാഗ്സും അതേപോലെ തന്നെ 5 സ്റ്റാർ റേറ്റിംഗ് സേഫ്റ്റിയോട് കൂടെ വന്നൊരു പുതിയ വാഹനമാണ് ഡിസയർ എന്ന് പറയുന്ന വാഹനം. നമുക്ക് വാഹനത്തിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. ഫ്രണ്ട് സെക്ഷൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ആദ്യം ഒരു എന്താ പറയുക, നമ്മൾ ഒരു നോക്കുന്ന ടൈമിന് തന്നെ നമ്മൾ ജസ്റ്റ് പോയി നിൽക്കുന്നത് ഈ ഒരു ഹെഡ് ലാമ്പിലേക്കാണ്. ഒരു 6 ചാമ്പർ ആയിട്ടാണ് ഇതിൻ്റെ ഹെഡ് ലാമ്പ് വരുന്നത്. അതിൽ 4 ചാമ്പർ വരുന്നത് ഇത് നമുക്ക് ഡിം എന്നുള്ള രീതിയിലാണ് ആദ്യത്തെ 4 ചാമ്പർ വരുന്നത്. രണ്ടാമത്തെ, അതായത് 4 കഴിഞ്ഞ് 5, 6 എന്ന് പറഞ്ഞാൽ അവിടെയാണ് നമ്മളെ അതായത് ഹൈ ബീം വരുന്നത്. അപ്പോൾ ഡിമ്മും ബ്രൈറ്റും ആ രീതിയിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. LED തന്നെയാണ് വരുന്നത്. അതായത് മൊത്തം വരുന്ന വേരിയന്റ് എന്ന് പറയുമ്പോൾ LXi, VXi, ZXi, ZXi പ്ലസ് എന്ന് പറയുന്ന 4 വേരിയൻസ് ആണ് വരുന്നത്. അതിൽ ZXiലും ZXi പ്ലസിലാണ് നമുക്ക് ഈ ഒരു ഹെഡ് ലാമ്പ് ലഭിക്കുക. ഇതിന്റെ താഴത്തേക്ക് വരുമ്പോൾ ഒന്ന് പ്രൊജക്ടർ ഹെഡ് ലാമ്പ് എന്നുള്ള രീതിയിൽ ആ ഒരു ഹെഡ് ലാമ്പിന്റെ ഒരു ചേഞ്ച് ഉണ്ട്. അത് നമ്മൾ ബേസ് വേരിയന്റ് വാഹനം ചെയ്യുന്ന ടൈമിൽ അതിന്റെ ഡീറ്റെയിൽസ് കാണിച്ചു തരാം. പിന്നെ ഈ ഒരു സെക്ഷനിൽ ഇവിടെയായിട്ട് ഡേ ടൈം റണ്ണിങ് ലാമ്പ് നൽകിയിട്ടുണ്ട്. പിന്നെ അതിന്റെ ഒരു ടേൺ ഇൻഡിക്കേറ്റർ വരുന്നത് ഈ ഒരു ഭാഗത്താണ്. ടേൺ ഇൻഡിക്കേറ്ററും കാര്യങ്ങളും വരുന്നത്. ഫ്രണ്ടിൽ മറ്റുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ ഫോഗ് ലാമ്പാണ്. ഫോഗ് ലാമ്പ് എന്ന് പറയുമ്പോൾ LED ഫോഗ് ലാമ്പാണ് നൽകിയിട്ടുള്ളത്. അതും മനോഹരമായിട്ടുണ്ട്. ആ ഈ ഒരു ഡിസൈൻ എലിമെന്റ്സിൽ പുറത്തേക്ക് നിൽക്കുന്ന ഒരു ക്ലാഡിങ് പോലെ തോന്നിക്കുന്ന രീതിയിലാണ് അത് നൽകിയിട്ടുള്ളത്. പിന്നെ ഇതിന്റെ ഒരു ഗ്രിൽ സെക്ഷൻ ഒക്കെ നോക്കുമ്പോൾ വൈഡായിട്ട് വലിയൊരു പോർഷൻ ആയിട്ടാണ് ഗ്രിൽ സെക്ഷൻ വരുന്നത്. അതിൽ ഇവിടെയായിട്ട് സുസുക്കി എന്നുള്ള ലോഗോ ഉണ്ട്. ഇവിടെയൊക്കെ ഒരു ക്രോം എലിമെന്റ് ഉണ്ട്. താഴത്തേക്കുള്ള ഈ ഒരു ക്രോം എലിമെന്റ്സ് ഒക്കെ ഇതിന് ആക്സസറി കിറ്റിൽ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ വലിയൊരു ഗ്രിൽ സെക്ഷൻ ആണ്. എയർ ഡാം ഏരിയ ഒക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ കവർ ചെയ്ത് വരുന്ന രീതിയിലാണ് നൽകിയിട്ടുള്ളത്. ആ ഒരു ലുക്ക് വാഹനത്തിന് ഒരു എന്താ പറയുക, ഒരു സ്പോർട്ടി എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു ലുക്ക് വരുന്നുണ്ട്. നമ്മൾ വാഹനം ഡ്രൈവ് ചെയ്യുന്ന ടൈമിന് ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അത്രയാണ് ഫ്രണ്ട് വ്യൂവിൽ പറയാനുള്ളത്. ഇനി നമുക്ക് സൈഡ് വ്യൂയിലേക്ക് പോകാം. 3995 മില്ലിമീറ്റർ ആണ് വാഹനത്തിന്റെ ടോട്ടൽ ലെങ്ത് വരുന്നത്. അപ്പോൾ ആ ഒരു വാഹനത്തിന് 2450 മില്ലിമീറ്റർ വാഹനത്തിന് വീൽ ബേസ് നൽകിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ സൈഡ് പ്രൊഫൈലിലേക്ക് നോക്കുന്ന ടൈമിന് ചെറിയ എലിമെന്റ്സ് നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ഫിറ്റിംഗ്സ് എന്നുള്ള രീതിയിൽ ആക്സസറിയിലെ കുറച്ച് എലിമെന്റ്സ് നൽകിയിട്ടുണ്ട്. പിന്നെ A പില്ലറും അതേപോലെ B പില്ലറും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു എന്താ പറയുക, ഒരു ഇവിടെ നമുക്ക് ഒരു C പില്ലർ എന്നുള്ള രീതിയിൽ കട്ടിംഗ് ഒന്നും വരുന്നില്ല. ഒരു ഗ്ലാസ് പോർഷൻ നല്ല വൈഡായിട്ടുള്ള രീതിയിലാണ് നൽകിയിട്ടുള്ളത്. പിന്നെ ഇവിടെയായിട്ട് നമുക്കൊരു ക്രോം എലിമെന്റ് കടന്നു പോകുന്നുണ്ട്. പിന്നെ റിക്വസ്റ്റ് സെൻസർ ഈ 2 ഭാഗത്ത്, അതായത് ഡ്രൈവറിങ് കോ ഡ്രൈവറിങ് സൈഡിൽ റിക്വസ്റ്റ് സെൻസറിന്റെ കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ടയറിന്റെ സെക്ഷനിലേക്ക് വരുമ്പോൾ 15 ഇഞ്ചിന്റെ വീലാണ് കൊടുത്തിട്ടുള്ളത്. അലോയ് വീല് വരുമ്പോൾ പ്രിസിഷൻ കട്ട് അലോയ് വീലാണ്. പ്രിസിഷൻ കട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഡുവൽ ടോൺ ആയിട്ടാണ് നൽകിയിട്ടുള്ളത്. ഇതിപ്പോൾ ZXi പ്ലസിലാണ് നമുക്ക് ഈ ഒരു ടൈപ്പ് വരുന്നത്. ഇതിന്റെ താഴെ വരുമ്പോൾ പെയിന്റഡ് ആയിട്ടുള്ള അലോയ് വീലാണ് വരുന്നത്. അതിൽ 155/65 R15 അലോയ് വീലാണ് വരുന്നത്. ഇപ്പോൾ ടയർ സൈസും കാര്യങ്ങളിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിലാണ് ആ രീതി പറഞ്ഞത്. ഇനിയിപ്പോൾ നമ്മൾ ഇതിന്റെ ഈ ഒരു വാഹനത്തിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് 163 മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസും വാഹനത്തിന് വരുന്നുണ്ട്. അതൊരു മികച്ച കാര്യമാണ്. അതായത് നമുക്ക് റോഡിലൂടെ പോകുന്ന ടൈമിന് അടി തട്ടാതെയൊക്കെ ഓടിച്ചു പോകാനുള്ളൊരു ആ ഒരു രീതിയിൽ നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് നൽകിയിട്ടുണ്ട്. പിന്നെ വാഹനത്തിന്റെ ഫ്യൂവൽ ഇൻലെറ്റിന്റെ ഓപ്പണിങ്ങിന്റെ ആ ഒരു ഭാഗം ലിഡിന്റെ കാര്യം ഈ ഒരു സൈഡിലാണ് വരുന്നത്. പിന്നെ ZXi പ്ലസ് എന്ന് പറഞ്ഞ ഈ ഒരു വേരിയന്റിൽ വരുമ്പോൾ നമുക്ക് ORVM, ഓട്ടോ ഹോൾഡിംഗ് ORVM ആണ് അതും വരുന്നത്. ഇനിയിപ്പോൾ വാഹനത്തിന്റെ റിയർ സെക്ഷനിലേക്ക് വരുന്ന ടൈമിന് ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു റിയർ സെക്ഷൻ ആണ് വരുന്നത്. അതിന്റെ ഒരു LED രീതിയിലാണ് ടെയിൽ ലാമ്പ് നൽകിയിട്ടുള്ളത്. അതായത് 3D ട്രിനിറ്റി LED ലാമ്പാണ്. ഒരു 3D എഫക്റ്റോട് കൂടി വരുന്ന രീതിയിലാണ് ടെയിൽ ലാമ്പ് വരുന്നത്. പിന്നെ ഇവിടെ ആയിട്ട് നമുക്ക് ടേൺ ഇൻഡിക്കേറ്ററും അതേപോലെ തന്നെ റിവേഴ്സ് പാർക്കിംഗ് ലാമ്പും അവിടെയാണ് നൽകിയിട്ടുള്ളത്. പിന്നെ ഇവിടെ നമുക്ക് ഒരു സ്പോയിലർ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു എലിമെന്റ് ഇവിടെ വരുന്നുണ്ട്. അത് ആക്സസറി ആണോ എന്നറിയില്ല, എങ്കിലും നമുക്ക് ഈ ഒരു ഡിസൈൻ ഇവിടെ നൽകിയിട്ടുണ്ട്. പിന്നെ ഇവിടെ സുസുക്കി എന്നുള്ള ലോഗോ കാണാം. ഇവിടെയൊക്കെ ആക്സസറി എലിമെന്റ്സ് കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇനിയിപ്പോൾ മെയിൻ ആയിട്ടുള്ള മറ്റൊരു കാര്യം വെച്ചാൽ ഷാർക്ക് ഫിൻ ആന്റിന വരുന്നുണ്ട്, റിയർ ഡീഫോഗർ വരുന്നുണ്ട്. ഇനിയിപ്പോൾ ചിലവർക്കുള്ളൊരു ഡൗട്ട് ഉണ്ടാവും, എന്തുകൊണ്ടാണ് ഈ ഒരു വാഹനത്തിന് റിയർ വൈപ്പർ നൽകാത്തത്. അതായത് നോർമൽ സെഡാൻ വാഹനങ്ങൾക്ക്
എന്തായാലും നമുക്ക് വൈപ്പർ ഉണ്ടാവില്ല, റിയർ വൈപ്പർ ഉണ്ടാവില്ല. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇവിടുന്ന് ചളി ഇവിടത്തേക്ക് തെറിച്ച് വരാനുള്ളൊരു സാഹചര്യം വളരെ കുറവായതുകൊണ്ട് നമുക്ക് നോർമലി ഒരു വാഹനങ്ങൾക്കും അധിക വാഹനങ്ങൾക്കും നോർമലി നമുക്ക് വൈപ്പർ കാണാറില്ല. എങ്കിലും ഞാനൊരു ഇൻഫർമേഷൻ എന്നുള്ള രീതിയിൽ പറഞ്ഞതാണ്. അപ്പോൾ ഡിഫോഗർ കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. ഇവിടെ ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇനിയിപ്പോൾ റിവേഴ്സ് സെൻസർ 4 റിവേഴ്സ് സെൻസറാണ് നൽകിയിട്ടുള്ളത്. ഒന്ന് ഇവിടെയും അവിടെ ആയിട്ടാണ് 4 സെൻസർ ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ബൂട്ട് സ്പേസും കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ നോർമലി സുസുക്കിൻ്റെ വാഹനങ്ങളിൽ നോർമലി കീ ചെക്ക് ചെയ്യുന്ന ടൈമിൽ എല്ലാവർക്കും കാണാൻ കഴിയും. അതായത് 2 രീതിയിൽ ലോക്കോ അൺലോക്കോ മാത്രമാണ് നമുക്ക് കീയിൽ ഉണ്ടാവാറ്. പക്ഷേ ഇതിനൊരു പുതിയ ഫീച്ചർ എന്ന് പറയുന്നത് നമുക്ക് ബൂട്ട് ലാമ്പിൻ്റെ ഓപ്പണിങ്ങിൽ കൂടെ ഈ ഒരു കീയിൽ വരുന്നുണ്ട്. നമ്മൾ ഈ ഒരു കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബൂട്ട് ഡോർ ഓപ്പൺ ചെയ്യാം. ബൂട്ട് ഡോർ ഓപ്പൺ ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ബൂട്ട് സ്പേസ് എന്ന് പറയുമ്പോൾ 382 ലിറ്റർ ആണ് വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത്. നല്ല വിശാലമായ ബൂട്ട് സ്പേസ് ഉണ്ട്. നമുക്ക് നല്ലോണം സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനുള്ള അത്രയും വിശാലമായ രീതിയിലാണ് ആ ഒരു ബൂട്ട് സ്പേസും കാര്യങ്ങളും വരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഡ്രൈവർ സീറ്റിനെ കുറിച്ച് പറയുമ്പോൾ നല്ല തൈ സപ്പോർട്ടും അതേപോലെ തന്നെ നല്ല കുഷ്യനോട് കൂടിയിട്ടുള്ള രീതിയിലുള്ള സീറ്റാണ് വരുന്നത്. ഒരു ബീജ് കളറുള്ള സീറ്റ് കാര്യങ്ങളൊക്കെയാണ് നൽകിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഈ ഒരു സീറ്റ് നമുക്ക് സീറ്റിന് ഹൈറ്റ് അഡ്ജസ്റ്റിംഗ് കാര്യങ്ങൾ, അതായത് 6 വേ അഡ്ജസ്റ്റിംഗ് ആണ് വരുന്നത്. അതായത് റിക്ലൈനിങ് ഇൻക്ലൈനിങ്ങും സീറ്റിന്റെ ഹൈറ്റ് അഡ്ജസ്റ്റിങ്ങും പിന്നെ നമ്മുടെ സ്ലൈഡിങ്ങും കാര്യങ്ങളുള്ള ബാക്കും ഫ്രണ്ട് എന്നുള്ള രീതിയിലുള്ള അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. കാരണം ഇത് ഈ ഒരു വേരിയന്റ് വാഹനം എന്ന് വെച്ചാൽ നമുക്കൊരു വാല്യൂ ഫോർ മണി പാക്കേജ് എന്ന് പറയുന്ന സെഗ്മെന്റിലാണ് നോർമലി ഡിസയർ എന്ന് പറയുന്ന വാഹനം വരാറ്. എന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ കൊണ്ട് എഫേർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൈസും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വാഹനത്തിന് നൽകിയിട്ടുള്ളത്. ആ ക്വാളിറ്റിയിലുള്ള ബിൽഡ് ക്വാളിറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വാഹനത്തിന് നൽകിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുള്ളത് വാഹനത്തിന്റെ ഇൻസൈഡിലാണ്. അപ്പോൾ സ്റ്റിയറിംഗ് വീൽ നോക്കുന്ന ടൈമിന് ഇതൊരു ലെതർ റാപ്ഡ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് നൽകിയിട്ടുള്ളത്. ഒരു ഡീ കട്ട് എന്നുള്ള രീതിയിൽ ഒരു അലൂമിനിയം ഫിനിഷിന്റെ മെറ്റീരിയലും ബ്ലാക്ക് ഫിനിഷും കൂടിച്ചേരുന്ന രീതിയിലാണ് സ്റ്റിയറിംഗ് വീല് നൽകിയിട്ടുള്ളത്. പിന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് മോഡ് സെലക്ഷന്റെ കാര്യങ്ങളും അതേപോലെ തന്നെ സ്പീക്കറിന്റെ കാര്യങ്ങളും, അതായത് നമ്മൾ കോഡ് മ്യൂട്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. പിന്നെ ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ക്രൂയിസ് കൺട്രോളിന്റെ ഓൺ ഓഫ് കാര്യങ്ങൾ സെറ്റിംഗ്സ് ഒക്കെയാണ് ഇവിടെ വരുന്നത്. പിന്നെ ഇവിടെ സുസുക്കിന്റെ ലോഗോ, അതിന്റെ ചുറ്റും ഒരു അലുമിനിയം ഫിനിഷ് കാര്യങ്ങൾ കാണാം. ഹോൺ വരുന്ന ടൈമിന് ഈ ഒരു ടൈപ്പ് ഹോണും കാര്യങ്ങളൊക്കെയാണ് നൽകിയിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് വാഹനത്തിന്റെ ഇൻസ്ട്രുമെന്റ് ലിസ്റ്റിലേക്ക് പോകുന്ന ടൈമിന് ഒരു വലിയ ഒരു ഡിജിറ്റൽ പ്ലസ് അനലോഗ് എന്നുള്ള രീതിയിലാണ് ഈ ഒരു ഇൻസ്ട്രുമെന്റ് ലിസ്റ്റ് കൊടുത്തിട്ടുള്ളത്. വലിയ ഡയലായിട്ടാണ് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഉള്ളത്. ലെഫ്റ്റ് സൈഡിൽ വരുന്ന ടൈമിന് RPM മീറ്ററും അതേപോലെ തന്നെ ടെമ്പറേച്ചർ ഗേജും കാര്യങ്ങളും കാണാം. റൈറ്റ് സൈഡിലേക്ക് വരുന്ന ടൈമിന് സ്പീഡോമീറ്ററും ഫ്യൂൽ ഗേജും കാര്യങ്ങളൊക്കെയാണ് അവിടെ നൽകിയിട്ടുള്ളത്. നടുവിലായിട്ട് ചെറിയൊരു ഡിജിറ്റൽ ഡിസ്പ്ലേ അവൈലബിൾ ആണ്. അവിടെ നമുക്ക് ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ അതിൽ കാണാൻ കഴിയും. പിന്നെ അതിന്റെ ഇവിടെ നമുക്കൊരു നോബ് ഉണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് ഇവിടെ അഡ്ജസ്റ്റിംഗ് കാര്യങ്ങൾ വരുന്നുണ്ട്. വണ്ടിയുടെ റിയർ ഫ്രണ്ടിലെ മോഷനും കാര്യങ്ങൾ, അതുപോലത്തെ ടോർക്ക്, പവർ, ബ്രേക്ക്, ആക്സിലറേറ്ററിന്റെ ഡീറ്റെയിൽസ്, പിന്നെ നമുക്ക് ആവറേജ് ഫ്യൂല് കാര്യങ്ങളും അതൊക്കെയാണ് ഈ ഒരു സ്ക്രീനിൽ അവൈലബിൾ ആയിട്ട് ഉള്ളത്. ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു സൈഡിൽ ഇവിടെ ഒരു നോബ് ഉണ്ട്. അതുവഴി നമുക്ക് ആവറേജ്, അതായത് ട്രിപ്പ് A, ട്രിപ്പ് B, പിന്നെ ടോട്ടൽ കിലോമീറ്റർ എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇത്രയും കാര്യമാണ് ഈ ഒരു ഡിസ്പ്ലേ ഭാഗത്ത് വരുന്നത്. ഇനിയിപ്പോൾ ഇതിന്റെ റൈറ്റ് സൈഡിലേക്ക് പോകുന്ന ടൈമിന് ഇവിടെ നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ട് സ്റ്റോപ്പിന്റെ ബട്ടൺ ആണ് അവിടെ വരുന്നത്. പിന്നെ ഇവിടെ ഹുഡ് വ്യൂ എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്. ഇതെന്ന് വെച്ചാൽ നമ്മൾ ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ടച്ച് സ്ക്രീനിൽ നമുക്ക് അത് 360 ഡിഗ്രി ക്യാമറന്റെ സറൗണ്ടിങ് വ്യൂവും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും. അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ബട്ടൺ അവിടെ പ്രസ് ചെയ്തിട്ടുള്ളത്. അതുവഴി നമുക്ക് എളുപ്പത്തിൽ, അതെന്താ പറയാ, ഒരു കീ ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് എളുപ്പത്തിൽ നമുക്ക് കാര്യങ്ങൾ കാണാനും ഒക്കെ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഭാഗമായിട്ടാണ് വരുന്നത്. പിന്നെ ഇവിടെ ട്രാക്ഷൻ ഓൺ ഓഫിന്റെ ബട്ടൺ ഉണ്ട്. ഇവിടെ വരുമ്പോൾ ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പിന്റെ ഇതും, ഇവിടെ ലൈറ്റ്, അതായത് ലാമ്പ് അഡ്ജസ്റ്റിങ്ങിന്റെ കാര്യങ്ങളൊക്കെയാണ് അവിടെ വരുന്നത്. ഡാഷ്ബോർഡിന്റെ ഒരു ഡിസൈൻ സ്ട്രക്ചർ നോക്കുമ്പോൾ നമ്മൾ ഡ്രൈവറിനെ ഫേസ് ചെയ്യുന്ന രീതിയിലാണ് ഇതിന്റെ ഒരു സ്ട്രക്ചർ ഉള്ളത്. നമ്മൾ മുൻപ് കണ്ട സ്വിഫ്റ്റ് എന്ന് പറഞ്ഞ ഹാഷ് ബാക്ക് വണ്ടിയിൽ കണ്ട രീതിയിലുള്ള അതേ രീതിയിലാണ് ഇതിന്റെ ഒരു ഡിസൈൻ പാറ്റേൺ ഒക്കെ വരുന്നത്. പക്ഷേങ്കിൽ എലിമെന്റ്സിൽ വ്യത്യാസമുണ്ട്. അതായത് കുറെ ടോൺ കളേഴ്സ്, അതായത് ഡുവൽ ടോൺ എന്ന് പറയാൻ പറ്റില്ല, അത്രയും കുറെ പല ടൈപ്പ് കളർ വരുന്നുണ്ട്. ഇവിടെ ബ്ലാക്ക് വരുന്നുണ്ട്, ബീജ് വരുന്നുണ്ട്, ഇവിടെ ബ്ലാക്ക്, ഇവിടെ ഒരു അലൂമിനിയം ഫിനിഷ്, ഒരു വുഡൻ ഫിനിഷ്, ഇവിടെ പിയാനോ ബ്ലാക്ക്, അങ്ങനെ കുറെ എലിമെന്റ്സ് വരുന്നുണ്ട് ഈ ഒരു ഡാഷ്ബോർഡിൽ. പിന്നെ AC വെന്റിന്റെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഒരു സ്ലീക്ക് ഡിസൈൻ ആയിട്ടാണ് വരുന്നത്. ഇവിടെയൊക്കെ അതിന്റെ കാര്യങ്ങൾ കാണാം. അവർ അലൂമിനിയം ഫിനിഷിന്റെ കാര്യങ്ങൾ ഇവിടെയൊക്കെ നൽകിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഹസാർഡ് ലാമ്പിന്റെ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ ഈ ഒരു ടച്ച് സ്ക്രീൻ വരുമ്പോൾ ഇതിന്റെ താഴത്തുള്ള വേരിയൻസിലേക്ക് പോകുന്ന ടൈമിന് 7 ഇഞ്ച് ടച്ച് സ്ക്രീനും ഇതിൽ 9 ഇഞ്ചിന്റെ ടച്ച് സ്ക്രീനും കാര്യങ്ങളാണ്. ഇതിൽ നമുക്ക് ഡാഷ്ബോർഡിൽ കാര്യങ്ങളൊക്കെ പോകുന്ന ടൈമിന് ആവറേജ് സ്പീഡ്, ഫ്യൂൽ എഫിഷ്യൻസി, ടയർ പ്രഷർ മൗണ്ടിങ് സിസ്റ്റം, പിന്നെ വയർലെസ് ചാർജിങ്ങിന്റെ കാര്യങ്ങൾ, പിന്നെ ഫുഡ് വെൽ ലൈറ്റ്, ഡോർ അൺലോക്ക്, AC മോഡിന്റെ കാര്യങ്ങളും ലെയിൻ ചേഞ്ചിന്റെ വിങ്കറും കാര്യങ്ങളൊക്കെ ഇവിടെ വരും.
പിന്നെ നമുക്ക് ഡോർ ഓപ്പൺ ആണോ, പിന്നെ പാർക്ക് ബ്രേക്ക്, സീറ്റ് ബെൽറ്റ്, ലോ ഫ്യൂല്, പാർക്കിംഗ് അസിസ്റ്റ്, ടയർ പ്രഷറിന്റെ അലേർട്ട് കാര്യങ്ങൾ, കീ ഫോബ്, IC0 വാണിംഗ് കാര്യങ്ങളൊക്കെ വരും. പിന്നെ സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. ഇത്രയും ഫീച്ചറാണ് ഇതിൽ വരുന്നത്. പിന്നെ വൈഫൈൻ്റെ ഒരു കണക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിൽ ഇമേജസ്, അത് 360 ഡിഗ്രി ക്യാമറ ഓൺ ചെയ്യുന്ന ടൈമിൽ വരുന്ന കാര്യങ്ങളൊക്കെ ഇതിൽ നമുക്ക് കാണാനൊക്കെ പറ്റും. ആ രീതിയിലാണ് ഈ ഒരു സ്ക്രീന് നമുക്ക് വരുന്നത്. പിന്നെ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഇനിയിപ്പോൾ മറ്റുള്ള കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു താഴത്തേക്ക് വരുമ്പോൾ നമുക്ക് AC-ന്റെ കാര്യങ്ങൾ, അതൊരു ഡിജിറ്റൽ മീറ്റർ കൂടെ വരുന്ന രീതിയിലാണ് ഈ ഒരു AC-ന്റെ കൺട്രോളും കാര്യങ്ങളും വരുന്നത്. ഓട്ടോ AC കാര്യങ്ങളൊക്കെയാണ്. അതിൽ നമുക്ക് മാനുവലി ആയിട്ട് ചെയ്യാനുള്ള കാര്യങ്ങളും, ഇവിടെ നമുക്ക് ഫാനിന്റെ ബ്ലോവർ ഫാനിന്റെ സ്പീഡ് അഡ്ജസ്റ്റിങ്ങും, ഇവിടെ ടെമ്പറേച്ചർ കൂട്ടാനും കുറക്കാനുള്ള കാര്യങ്ങളാണ് വരുന്നത്. ഇവിടെ നമുക്ക് വരുമ്പോൾ ഒരു 12 വോൾട്ടിന്റെ ചാർജിങ് സോക്കറ്റ് വരുന്നുണ്ട്. പിന്നെ USB ചാർജിങ്ങിന്റെ കാര്യങ്ങളാണ്. പിന്നെ ഇവിടെ വയർലെസ് ചാർജിങ്ങിന്റെയാണ്. ഈ വയർലെസ് ചാർജിങ്ങിൽ ഒരു നല്ലൊരു ഫീച്ചർ ആയിട്ട് എന്ന് പറയുന്നത്, ഇവിടെ ഒരു ഓറഞ്ച് ലൈറ്റ് കാണാം. ഇത് എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ ഫോൺ ഇവിടെ പ്ലേസ് ചെയ്യുന്ന ടൈമിന് ഇൻ കേസ് വെച്ചത് ശരിയായിട്ടൊന്നും ഇല്ലെങ്കിൽ ഇവിടെ റെഡ് ലൈറ്റ് വരും. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ വയർലെസ് ചാർജിങ് വെച്ച് കഴിഞ്ഞ് കണക്റ്റഡ് ആണെങ്കിൽ ഇവിടെ ബ്ലൂ ലൈറ്റ് വരും. അപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന ടൈമിന് ചാർജ് ആയോ ഇല്ലയോ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എളുപ്പമായിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നി. നല്ലൊരു ഫീച്ചറാണ്. ഗിയർ ബോക്സിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇതൊരു 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനും അതേപോലെ തന്നെ 5 സ്പീഡ് ഓട്ടോമാറ്റിക്കും വരുന്ന രീതിയിലാണ് ഗിയർ ബോക്സ് വരുന്നത്. ഇതിപ്പോൾ AMT ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ AGS ട്രാൻസ്മിഷൻ എന്നുള്ള രീതിയിലാണ് ഇതിൽ ഒരു കമ്പനി വിശേഷിപ്പിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ വരുമ്പോൾ ഒരു റിവേഴ്സ്, പിന്നെ ന്യൂട്രൽ, ഡ്രൈവ്, ആ 3 പോയിന്റ് ആണ് വരുന്നത്. കൂടാതെ ഇത് നമുക്ക് പ്ലസും മൈനസ് എന്നുള്ള രീതിയിലുണ്ട്. അതായത് നമ്മൾ ഡ്രൈവിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇങ്ങോട്ടേക്ക് പ്രസ് ചെയ്ത് മുകളിലേക്കാണെങ്കിൽ മൈനസും താഴോട്ടേക്കാണെങ്കിൽ പ്ലസ് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അങ്ങനെ ചേഞ്ച് ചെയ്യുന്ന ടൈമിന് ഇവിടെ രണ്ടാമത്തെ പൊസിഷനിലാണ് ഗിയർ ലിവർ ഉള്ളത്. ഇനിയിപ്പോൾ ഞാൻ ബാക്കോട്ടേക്ക് പോകുന്ന ടൈമിന് ഫസ്റ്റ്, അങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്ത് മാനുവൽ ഡ്രൈവും കൂടെ കൊടുക്കാൻ പറ്റും. ആ രീതിയിലാണ് ഇത് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ, നമ്മൾ വണ്ടി ഓടിക്കുന്ന ടൈമിന്, അതായത് ഇറങ്ങുന്ന ടൈമിനാണെങ്കിൽ നമുക്ക് വണ്ടീനെ കുറച്ചുകൂടെ ഫസ്റ്റ് ഗിയറിൽ ഇട്ടിട്ട് മെല്ലെ പോകുന്ന രീതിയിലൊക്കെ ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകേണ്ട രീതിയിലൊക്കെ സ്യൂട്ടബിൾ ആണ്. പിന്നെ ഇവിടെ വരുമ്പോൾ നമുക്കൊരു ഹാൻഡ് ബ്രേക്ക് ലിവറിന്റെ ഭാഗം കാണാം. പിന്നെ ഇവിടെ വരുമ്പോൾ ഇതിന്റെ പുറകിലും നമുക്ക് ചാർജിങ്ങിന്റെ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് USB ആണ്. പിന്നെ ഇവിടെ C-ടൈപ്പ് എന്നുള്ള രീതിയിലാണ് ഫാസ്റ്റ് ചാർജിങ് ഉള്ളത്. ഇവിടെ നമുക്ക് കീ പ്ലേസ് ചെയ്യാനുള്ള ഒരു പോക്കറ്റ് എന്നുള്ള രീതിയിലാണ് ഇവിടെ വരുന്നത്. ഇനിയിപ്പോൾ സീറ്റിനെ കുറിച്ച് പറയുമ്പോൾ, വളരെ നല്ല രീതിയിലുള്ള ടൈപ്പ് സപ്പോർട്ടും അതേപോലെ തന്നെ നമുക്ക് ഹെഡ് സപ്പോർട്ടൊക്കെ കിട്ടുന്ന രീതിയിലുള്ള നല്ലൊരു കുഷനോട് കൂടിയിട്ടുള്ള ഒരു ബീജ് കളറിൽ വരുന്ന ഒരു സീറ്റാണ് വരുന്നത്. നല്ല പ്രീമിയം ലുക്ക് നൽകുന്ന രീതിയിലുള്ള ഒരു സീറ്റാണ്. നമുക്ക് ഇരിക്കുന്ന ടൈമിന് നല്ലൊരു കംഫർട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പം കോ ഡ്രൈവർ സീറ്റിന്റെ ഭാഗത്തേക്ക് വരുന്ന ടൈമിന് ഈ ഒരു ഡോറിലെ കാര്യങ്ങൾ വെച്ചാൽ, ഇവിടെ ഒരു അലൂമിനിയം ഫിനിഷ് കാണാം. ഇവിടെ ഒരു ക്രോമ ഫിനിഷും ലോക്ക് അൺലോക്കിന്റെ ഭാഗങ്ങളും, ഇവിടെ വിൻഡോ ഓപ്പണിങ്ങും, ഇവിടെ ഒരു പോക്കറ്റ് ഹോൾഡറും, പിന്നെ ഇവിടെ കപ്പ് ഹോൾഡർ, സ്റ്റോറേജ് സ്പേസ് എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഗ്ലവ് ബോക്സും കാര്യങ്ങളും വരുമ്പോൾ നല്ല സ്പേസ് വരുന്നുണ്ട്. വിശാലമായ ഗ്ലവ് ബോക്സും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. അത്രയും കാര്യമാണ് മെയിൻ ആയിട്ട് ഈ ഒരു വാഹനത്തിന്റെ ഈ ഒരു ഭാഗത്തെ കുറിച്ച് പറയാനുള്ളത്. ഇനിയിപ്പം മുകളിൽ ഇവിടെ വരുന്ന ടൈമിന് ഇത് നമുക്കൊരു ഡേ നൈറ്റ് IR എന്നല്ല, മാനുവലി ഉള്ളൊരു IR കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇവിടെ ഒരു വാനിറ്റി മിറർ അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ ഇവിടെ ലാമ്പിന്റെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. ഇവിടെ അതിന്റെ ബട്ടനും കാര്യങ്ങളും ഇവിടെയാണ് വരുന്നത്. പിന്നെ ഇവിടെ നമുക്ക് സൺവൈസറിൽ വാനിറ്റി മിറർ ഇല്ല. ഇനിയിപ്പം പുതുതായിട്ട് വന്നൊരു ഫീച്ചർ എന്ന് പറയുന്നത്, ഈ ഒരു വേരിയന്റിൽ നമുക്ക് സൺറൂഫ് അവൈലബിൾ ആണ്. അതൊരു മികച്ച മാറ്റമാണ്. ഒരു വലിയ സൺറൂഫ് അല്ലെങ്കിൽ പോലും നല്ല ഫിനിഷിംഗ് ഉള്ള രീതിയിലാണ് അത് കൊടുത്തിട്ടുള്ളത്. പിന്നെ സൺറൂഫ് ഓപ്പൺ ചെയ്യാനുള്ള സ്വിച്ച് വരുന്നത് ഇവിടെയാണ്. ഈ രണ്ട് ലൈറ്റിന്റെ ഇടയിൽ വരുന്ന ഈ ഒരു പോർഷനിലാണ് വരുന്നത്. നമ്മൾ പ്രസ് ചെയ്യുന്ന ടൈമിന് ഈ രീതിയിൽ ഓപ്പണിങ് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇത് വന്ന് അവിടെ പ്ലേസ് ചെയ്തു. കുറച്ചുകൂടെ ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പുറകോളം കുറച്ചുകൂടെ നല്ല വൈഡായിട്ട് ഓപ്പൺ ആവും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ വിശാലമായിട്ടുള്ള രീതിയിൽ കിട്ടും. ഇനിയിപ്പോൾ നമ്മളിത് ക്ലോസ് ചെയ്യുന്ന ടൈമിന് ഇങ്ങനെ ക്ലോസ് ആയി. ഇനിയിപ്പോൾ വേണമെങ്കിൽ ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഇതുപോലെ നമുക്ക് ഈ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് എയറൊക്കെ കടന്നു വരാനുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ ഇതുപോലെ പൊക്കി വെക്കാം. അത്രയും ഭാഗമായിട്ടാണ് വരുന്നത്. ഇപ്പോൾ ഞാൻ ഈ വാഹനത്തിന്റെ റിയർ സീറ്റിലാണ് ഉള്ളത്. നല്ല തൈ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഈ ഒരു സീറ്റ് ഞാൻ ഇട്ട ഡ്രൈവിംഗ് സീറ്റിന്റെ അതേ പൊസിഷന്റെ ബാക്കിലോട്ടാണ് ഇട്ടത്. മുട്ട് തട്ടുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് നല്ല സ്പേസ് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെയായിട്ട് നമുക്ക് റിയർ AC-ന്റെ വെന്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള രീതിയിലാണ് വരുന്നത്. പിന്നെ ഇവിടെ ഒരു ബ്ലോവർ കണക്ട് ചെയ്യാനുള്ള രീതിയിൽ ഇൻസൈഡിലൊരു കണക്ടറും കൂടെ വരുന്നുണ്ട്. ആ രീതിയിലാണ് ഒരു ബ്ലാക്ക് ഫിനിഷ് തന്നെ കൊടുത്തുകൊണ്ട് നമ്മൾ ചളിയെന്നായാലും വലിയ പ്രശ്നം വരില്ല. പിന്നെ ഈ ഒരു സെൻട്രൽ ടണലിൽ ചെറിയൊരു ഹൈറ്റിലാണ് ഉള്ളത്. പിന്നെ അത്രയും കാര്യങ്ങളാണ് വരുന്നത്. പിന്നെ ഈ ഒരു സൈഡിൽ ഇവിടെ വരുമ്പോൾ നമുക്കൊരു
ഹാൻഡ് റെസ്റ്റും കപ്പ് ഹോൾഡറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ എല്ലാ സീറ്റിനും നമുക്ക്, അതായത് 4 സീറ്റിനും ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റബിളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ സീറ്റിന്റെ ഈ ഒരു കാര്യത്തിൽ ഇവിടെയൊക്കെ വരുമ്പോൾ ഇവിടെ ഇങ്ങനെ കയറി പുറത്തേക്ക് നിൽക്കുന്ന രീതിയിലാണ് ഈ ഒരു ഡിസൈൻ വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇരിക്കുന്ന ടൈമിൽ നല്ലൊരു ഷോൾഡർ ബാക്ക് സപ്പോർട്ട് നമുക്ക് നല്ല രീതിയിൽ കിട്ടും. ആ രീതിയിലാണ് ഈ കാര്യങ്ങളൊക്കെ വരുന്നത്. അത് നല്ലൊരു കാര്യമായിട്ട് തോന്നി. പിന്നെ ഇവിടെ നമുക്ക് മാപ്പ് ലാമ്പും കാര്യങ്ങളും അതേപോലെ തന്നെ ഇവിടെ ഒരു ഹാൻഡിൽ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത്രയും കാര്യമാണ് റിയർ സീറ്റിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് വണ്ടി ഒന്ന് ജസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം. സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു റബ്ബർ റാപ്പിഡ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലൊക്കെയാണ് വരുന്നത്. ഒരു പ്രീമിയം ക്വാളിറ്റി നമ്മൾ വണ്ടി ഡ്രൈവ് ചെയ്യുന്ന ടൈമിന് ഫീൽ ചെയ്യുന്നുണ്ട്. വാഹനത്തിന്റെ ഫ്രണ്ടേജ് ഒക്കെ അതായത് നല്ല സ്പേസ് കിട്ടുന്നുണ്ട് നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന ടൈമിൽ. സീറ്റും കാര്യങ്ങളൊക്കെ വളരെ നല്ല കുഷനങ്ങോടുള്ള സീറ്റും കാര്യങ്ങളൊക്കെയാണ് നൽകിയിട്ടുള്ളത്. ഇത് നേരത്തെ ഓട്ടോ ഗിയർ ഷിഫ്റ്റ് എന്ന് പറയുന്ന ഒരു ട്രാൻസ്മിഷൻ വാഹനമാണ്, അത് MT എന്ന് പറയാം. അങ്ങനെയുള്ള ഒരു വാഹനം ആണെങ്കിൽ പോലും നമുക്ക് ലാഗും കാര്യങ്ങളൊന്നുമില്ല. വാഹനം നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള ആ ഒരു ഗിയർ ഷിഫ്റ്റിംഗ് എല്ലാം പെട്ടെന്ന് തന്നെ നടക്കുന്നുണ്ട്. നമുക്ക് വണ്ടി നല്ല സിമ്പിൾ ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു. ഇനിയിപ്പോൾ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ വിസിബിലിറ്റി ആണ്. നമുക്ക് ഫ്രണ്ടേജ് നല്ല രീതിയിൽ, അതായത് നല്ല വിസിബിലിറ്റി കിട്ടുന്നുണ്ട്. നല്ല ഗ്ലാസ് പോർഷനും ബോണറ്റൊക്കെ കണ്ടുകൊണ്ട് ഓടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സീറ്റിംഗ് പൊസിഷനൊക്കെ വരുന്നുണ്ട്. ഇനിയിപ്പോൾ നേരത്തെ പറയാൻ മറന്നുപോയ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇതിന്റെ ഹെഡ് ലാമ്പ്, നമുക്ക് ഓട്ടോ ഹെഡ് ലാമ്പ് വരുന്നുണ്ട് ഇതിൽ. വൈപ്പർ ഓട്ടോ ഇല്ലെങ്കിലും നമുക്ക് ഓട്ടോ ഹെഡ് ലാമ്പ് ഫീച്ചർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത് നല്ല കാര്യമായിട്ട് തോന്നി. ഇനിയിപ്പോൾ നമ്മൾ 360 ക്യാമറന്റെ വ്യൂ ആണ് ഇങ്ങനെ വരുന്നത്. ഇപ്പൊ നമ്മളെ കാറിന്റെ കാര്യങ്ങൾ ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ പ്രസ് ചെയ്യുന്ന ടൈമിന് അനുസരിച്ച് ഓരോ വ്യൂ ഇങ്ങനെ മാറി മാറി കിട്ടും. നമുക്ക് നല്ല ഒരു ക്ലാരിറ്റി ഉള്ള ഒരു ക്യാമറയൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇത് നമുക്ക് ഈ ഒരു ടച്ച് സ്ക്രീനിൽ പറ്റൂലെങ്കിൽ ഡ്രൈവറുടെ സൈഡിലുള്ള സ്വിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഇവിടെ മാറി മാറിയിട്ട് കാര്യങ്ങൾ അവൈലബിൾ ആണ്. വാഹനത്തിന്റെ ബ്രേക്കിംഗ് കാര്യങ്ങളും വരുന്ന ടൈമിന് ഫ്രണ്ടിൽ നമുക്ക് ഡിസ്ക് ബ്രേക്ക് ആണ് വരുന്നത്. ഡിസ്ക് എന്ന് പറയുമ്പോൾ വെന്റിലേറ്റഡ് ഡിസ്ക് ബ്രേക്ക് ആണ്. വെന്റിലേറ്റഡ് ഡിസ്ക് ബ്രേക്ക് കൊടുക്കുന്ന മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ വണ്ടി ഡിസ്ക് ചൂടാവുന്ന ടൈമിന് വെന്റിലേറ്റഡ് ആണെങ്കിൽ അതിലൂടെ എയർ സർക്കുലേഷൻ ചെയ്തിട്ട് പെട്ടെന്ന് ഡിസ്ക് തണുക്കും. ആ രീതിയിലാണ് ഡിസ്കിൽ വെന്റിലേഷൻ വരുന്നത്. ഇനിയിപ്പോൾ റിയർ സൈഡിൽ വരുമ്പോൾ ഡ്രം ബ്രേക്കിംഗ് സിസ്റ്റം തന്നെയാണ് നൽകിയിട്ടുള്ളത്. ബ്രേക്കിംഗ് കാര്യങ്ങളെല്ലാം മികച്ച രീതിയിൽ നമ്മൾ വണ്ടി ബ്രേക്ക് ടെസ്റ്റ് ചെയ്യുന്നില്ല. ഒരു റഷ് റോഡാണ്, അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യുന്നില്ല. നെക്സ്റ്റ് ജനറേഷൻ 1.2 ലിറ്റർ സെറ്റ് സീരീസിൽ വരുന്ന എഞ്ചിനാണ് ഇതിന് നൽകിയിട്ടുള്ളത്. അത് 81.58 PS, 5700 RPM-ലും 111.7 Nm ടോർക്ക്, 4300 RPM-ലാണ് ലഭിക്കുക. പിന്നെ നമുക്ക് മാനുവൽ, AMT, CNG എന്നീ ട്രാൻസ്മിഷനിലൊക്കെ ഡിസയർ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് നോക്കിയാൽ സ്റ്റാൻഡേർഡായിട്ട് 6 എയർ ബാഗ്, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം, പിന്നെ ABS വിത്ത് EBD, ഹിൽ ഹോൾഡ് അസിസ്റ്റ്, പിന്നെ നമുക്ക് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ, ഐസോഫിസ് ആങ്കറേജ്, അതേപോലെ തന്നെ പവർ വിൻഡോസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റാൻഡേർഡായിട്ട് തന്നെ ഈ ഒരു വാഹനത്തിന് നൽകിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വരുമ്പോൾ 37 ലിറ്ററാണ് ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി. പിന്നെ നമുക്ക് സ്പെയർ വീലിൻ്റെ കേസിൽ വരുമ്പോൾ സ്പെയർ വീൽ ഇതിൽ വരുമ്പോൾ 14 ഇഞ്ചിൻ്റെ സ്പെയർ വീലാണ് നൽകിയിട്ടുള്ളത്. 6,79,000 രൂപ മുതൽ 10,14,000 രൂപ വരെയാണ് ഇതിൻ്റെ ഒരു എക്സ് ഷോറൂം റേറ്റ് വരുന്നത്. ഇനിയിപ്പോൾ ഓൺ റോഡ് പ്രൈസ് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു എക്സിക്യൂട്ടീവിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്. നാദാപുരത്തുള്ള മാരുതി സുസുക്കി ഡീലറായ AM മോട്ടോഴ്സാണ് നമുക്ക് ഈ ഒരു വാഹനം റിവ്യൂ ചെയ്യാൻ നൽകിയത്. അപ്പോൾ അവരുടെ ഡീറ്റെയിൽസാണ് ഞാനിപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നത്. എന്ത് ആവശ്യത്തിനും നിങ്ങൾക്ക് അവരെ വിളിച്ചു കഴിഞ്ഞാൽ ഡീറ്റെയിൽസും അതേപോലെ തന്നെ വാഹനത്തിൻ്റെ കോട്ട് റിലേറ്റഡ് എല്ലാ കാര്യങ്ങളും അവരെ വിളിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. കൂടാതെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.